കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ 2.0 അടുത്ത 25 വർഷത്തിനുള്ളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിൽ ഊന്നിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ മുംബൈയിൽ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ വളർച്ച, രാഷ്ട്രീയ സ്ഥിരത എന്നിവയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്തംഭങ്ങളെന്ന് അമിത് ഷാ പറഞ്ഞു. एक्सपोर्ट हमारे बढ़ रहे हैं. मेक इन इंडिया 2 पर हम इमर्जिंग सेक्टर पर फोकस कर रहे हैं. जो सेक्टर आने वाले 25 साल तक दुनिया के अर्थतंत्र का बड़ा हिस्सा बनेंगे, वो सभी सेक्टर को आज हम मेक इन इंडिया 2 में फोकस कर रहे हैं. पीएलआई प्रोडक्शन लिंक्ड इंसेंटिव, इंडस्ट्रियल कॉरिडोर, लॉजिस्टिक्स पार्क्स और स्टार्टअप इंडिया, लगभग 1.92 लाख स्टार्टअप हमारे बन चुके हैं. हम दुनिया में स्टार्टअप के क्षेत्र में 26वें नंबर से 3रे नंबर पर पहुंच चुके हैं 10 साल के अंदर. അഴിമതിയും സുതാര്യതയില്ലായ്മയും നിറഞ്ഞുനിന്ന ബാങ്കിംഗ് മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അമിത് ഷാ പറഞ്ഞു. താഴെത്തട്ടിലുള്ളവർക്കും സേവനം ലഭ്യമാക്കുന്നതിനായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 53 കോടി ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചു. രാജ്യത്തെ ഒരു ഉൽപാദന കേന്ദ്രമായി മാറ്റുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സമീപകാലത്ത് നടപ്പാക്കിയ ഘടനാപരമായ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് GST പരിഷ്കരണമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു.